അതായത് നിങ്ങൾക്കെതിരെ ഒരുപാട് കുറ്റം ചുമത്തിയിട്ടുണ്ട്. പോരാഞ്ഞ് നിങ്ങളുടെ മകന്റെ പേരെ ഒരുപാട് കുറ്റങ്ങളുണ്ട്. നിങ്ങളുടെയും നിങ്ങളുടെ മകന്റെ പേരെയും ഒരുപാട് കുറ്റങ്ങൾ ആരോപിച്ചാല് ആ ശിക്ഷയെല്ലാം ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? നോക്കൂ, ശിക്ഷിക്കുന്നത് ശിക്ഷിക്കാതിരിക്കുന്നത് അത് കോടതിയുടെ അധികാരമാണ്. ഇതില് എനിക്കൊന്നും പറയാൻ കഴിയില്ല. രജത് സാറിന് വേണമെങ്കിൽ ചിലപ്പോൾ കഴിയുമായിരിക്കും. എന്നോട് ചോദിച്ചാൽ അച്ഛനും ചില ഉത്തരവാദിത്തങ്ങളുണ്ടെന്നേ പറയൂ. അതെ, ഒരു മകൻ തെറ്റായ പാതയിലേക്ക് പോകുമ്പോൾ അവനെ ശിക്ഷിച്ച് നല്ല വഴി കൊണ്ടുവരേണ്ടത്. നിങ്ങൾ എനിക്ക് സജസ്റ്റ് ചെയ്യൂ, അറിയുമെങ്കിൽ പറയൂ. താങ്കൾ ചോദിക്കൂ. രാഷ്ട്രീയക്കാർക്ക് സമൂഹത്തിനോട് ചില പ്രതിബദ്ധതയൊക്കെയുണ്ട്. നിങ്ങള് രാഷ്ട്രീയക്കാര് ഇന്ത്യക്ക് വേണ്ടി എക്സാമ്പിളായിട്ട് സെറ്റ് ചെയ്യുന്നതാണെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ നോക്കുവാണെങ്കിൽ നിങ്ങളുടെ മകനും മകളും ഒക്കെ എല്ലാ കേസിലും ഏകദേശം ഉണ്ട്. ഇതാണോ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന എക്സാമ്പിള്? ഇതിനു വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? ഭാരതി കോർട്ട് വിറ്റ്നസിന് തയ്യാറായില്ലെങ്കിൽ അത് പിന്നെ സൊസൈറ്റിക്ക് എന്ത് എക്സാമ്പിളാണ് കാണിക്കുന്നത്? നോക്കൂ, ഉത്തരവാദിത്വം എന്നത് ഈ സമൂഹത്തോടും ഉണ്ട്, അതുപോലെ തന്നെ കുടുംബത്തോടും ഉണ്ട്. ആ ഉത്തരവാദിത്വത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കും കുടുംബവും കുട്ടികളും ഉള്ളതല്ലേ? കാരണം ഞങ്ങൾ രാഷ്ട്രീയക്കാരാണ്. ഓരോ കാര്യവും ഉത്തരവാദിത്വത്തോടെയാണ് ചെയ്യുന്നത്. ജനങ്ങൾക്ക് വേണ്ടി രാവിലെ മുതൽ രാത്രി വരെ വിശ്രമമില്ലാതെ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു. എപ്പോഴും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നു. അതോടൊപ്പം എനിക്ക് എന്റെ കുടുംബത്തിന്റെ ചുമതലയുമുണ്ട്. ഇത് രണ്ടിനെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനാണ്. വെച്ചാൽ താങ്കൾ ജനങ്ങളുടെ അടുത്ത് ഉത്തരവാദിത്വം നിറവേറ്റാതെ കുടുംബത്തിലാണ് കൂടുതൽ. അല്ല, അത് ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കോടതിയുടെ ഉത്തരവ് ഉണ്ടായിട്ട് പോലും താങ്കൾ താങ്കളുടെ മകളെ ആസ് എവിഡൻസ് ഒരു സാക്ഷിയായി കോടതിയിൽ കൊണ്ടുവരാൻ എന്തുകൊണ്ടാണ് ആലോചിക്കുന്നത്? കോടതിയുടെ നടപടിക്രമങ്ങൾ നമുക്ക് തടയാൻ കഴിയൂ. വാറണ്ട് ഇഷ്യൂ ചെയ്തിരിക്കുകയാണല്ലോ. പിന്നെ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഞങ്ങൾ ഏതാണ് തടഞ്ഞത്? ഇതിൽ വാറണ്ട് ഇഷ്യൂ ചെയ്തത് തെറ്റാണെന്ന് അവിടെ യാതൊരു അപേക്ഷയും കൊടുത്തില്ല. പക്ഷെ എനിക്ക് വിഷമമായി. അതായത് ഞങ്ങൾ എന്തിനു വേണ്ടിയാണോ ശബ്ദമുയർത്തുന്നത്, അതായത് എനിക്കും എന്റെ കുടുംബത്തിനും ഇതിൽ നീതി കിട്ടിയേ പറ്റൂ. അതായത് നീതി നിങ്ങളുടെ അവകാശം എന്ന പോലെ എന്റെയും അവകാശമാണ്. ഞാനും ഈ നിയമ സംവിധാനത്തിന് കീഴിലല്ലേ ജീവിക്കുന്നത്. എന്റെ കുടുംബവും ഈ നാട്ടിലല്ലേ ജീവിക്കുന്നത്. അത് നിങ്ങൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം താങ്കളോട് ചോദിക്കാനുണ്ട്. അതായത് എന്റെ കുടുംബം ഏത് കാര്യത്തിലാണ് മുകളിലെന്ന് വെച്ചാൽ, എന്റെ കുടുംബം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, എനിക്ക് അവകാശമില്ലെന്നാണോ പറയുന്നത്? കഠാരയുടെ അമ്മ നൽകിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ അവരുടെ അടുത്ത് ഇമെയിൽ ഉള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് താങ്കളുടെ മകളുടേതാണ്. അതിൽ അവർ എഴുതിയിരിക്കുന്നത്, ഞാൻ എന്റെ സഹോദരനെ സമാധാനപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന്. എന്റെ അടുത്ത് നിതീഷ് കട്ടാരയുടെ അമ്മ നീലം കട്ടാര ഭർത്താവിനെതിരെ CBI ഏറ്റെടുത്ത കേസുകൾക്കെതിരെ അവർ പറഞ്ഞ ഡീറ്റെയിൽസ് എന്റെ അടുത്തുണ്ട്. താങ്കൾ താങ്കളെ സംരക്ഷിക്കാൻ വേണ്ടി എന്റെ പേരിൽ എന്ത് കുറ്റാരോപണം ഉള്ളത്? എന്താണുള്ളതെന്ന് പറയൂ. അല്ല, ഇവിടെ രജത് സാർ എങ്ങനെ നിൽക്കുന്നു അതുപോലെ DP ഞാൻ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാ, നിങ്ങൾ ജെസിക്ക ലാലിനെ നട്ടപ്പാതിരാത്രി ഹാഫ് ഡ്രസ്സില് ഡ്രിങ്ക്സ് അടിച്ചോണ്ടിരുന്നല്ലേ നിങ്ങൾ പറയുന്നത്? അവർക്കും അതിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരുന്നിരിക്കുമല്ലോ അല്ലേ? നിങ്ങൾ അതൊന്നും മനസ്സിലാക്കാതെ അവരെ വെറും മോശമാക്കിയാണല്ലോ സംസാരിക്കുന്നത്. ഞാൻ അതിനെ എതിർക്കുന്നില്ല. ഞാനൊരു സംഘടനയെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. അല്ല, ജെസിക്ക ലാലിനോട് എനിക്ക് ഒരു എതിർപ്പുമില്ല. ഞാനൊരു സംഘടനയെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. അങ്ങനെ ഒരു സംഘടന അവിടെ ഉണ്ടായിരുന്നു. അവരെ സപ്പോർട്ട് ചെയ്യുന്നു. ശിക്ഷിക്കുന്നതിന് പകരം അവരുടെ പേര് കെടുത്താണല്ലോ ചെയ്യുന്നത്. ആ സംഘടനയോട് മാത്രമാണ് എന്റെ ആഗ്രഹം. ആ കുറ്റവാളികളെ കണ്ടുപിടിച്ച് അവർക്ക് തക്ക ശിക്ഷ കൊടുക്കണമെന്ന് തന്നെയാണ്. എനിക്ക് ആ കാര്യത്തിൽ യാതൊരു വിയോജിപ്പുമില്ല. യാദവ് സാർ, താങ്കൾ ഈ കാര്യം തന്നെ നിതീഷ് കട്ടാരയുടെ കേസിലും പറയുമോ? നിതീഷ് കട്ടാരയെ കൊന്നവർക്ക് ശിക്ഷ ലഭിക്കണമെന്ന്? തീർച്ചയായും. പക്ഷെ അത് സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നടക്കാൻ പാടൂ. വ്യാജ കുറ്റാരോപണം ആകരുത്, അന്യായമായിരിക്കും, നിരക്കാത്തതായിരിക്കും. അപ്പൊ താങ്കൾ പറയുന്നതാണോ സത്യം? നോക്കൂ, ആരാണെങ്കിലും എന്റെ മുന്നിൽ വരാൻ പറയൂ. ഞാൻ ഓപ്പൺ ആയിട്ടല്ലേ സംസാരിക്കുന്നത്. സത്യം പറയണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്റെ മുന്നിൽ വന്ന് പറയട്ടെ. സത്യം എന്താണെന്ന് താങ്കൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? താങ്കൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പറയൂ. മരിച്ചുപോയ ആ യുവാവിന്റെ അമ്മ പറയുന്നത് താങ്കൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു? അങ്ങനെ ഉണ്ടെങ്കിൽ പറയൂ, ഞാൻ കാണിക്കാം. താങ്കൾ നേരിട്ട് തന്നെ കണ്ടോളൂ. താങ്കൾ വളരെ ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട്. താങ്കൾ ചോദിക്കൂ. നിതീഷ് കട്ടാരയുടെ അമ്മ തന്റെ മകൻ മരിച്ചതിന് ശേഷം ഓരോ സെക്കൻഡിലും പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ താങ്കളെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് കേൾക്കൂ. കോടതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിപ്പിക്കാം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ അതായത് വന്ന സാക്ഷികള്, വരാത്ത സാക്ഷികള്, നിതീഷിന്റെ ഫ്രണ്ട്സും വന്നായിരുന്നു. അവർക്കും
കംപ്ലീറ്റ് ആയിട്ട് മറക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ഫോട്ടോഗ്രാഫ്സ് അവിടെ ഉണ്ടായിരുന്നു, അവരും അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം നല്ല ഫ്രണ്ട്സാ. അങ്ങനെ ആയിരുന്നിട്ട് പോലും അവർക്കൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ലെന്നേ ഞാൻ പറയൂ. അവരവിടെ സാക്ഷി പറയുന്ന സമയത്ത് അവരും അവരുടെ ചുറ്റി 15 പേരും ഉണ്ടായിരുന്നു. എനിക്ക് ശ്വാസം വിടാൻ ഇതെന്തൊക്കെയാ കുറച്ച് ഈ സ്ഥലം പറയുന്നത്? താ. എല്ലാരും ഒന്ന് അല്പമെങ്കിലും മാറിപ്പോ സത്യം എന്ന് പറയൂ. പറയാനാ എനിക്ക് തോന്നിയത്. അവർ സംസാരിക്കുന്ന സമയത്ത് ഇത്രയും പേര് ചുറ്റും നിന്ന് അവരെ വിരട്ടാൻ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കോളേജിലെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും എത്രമാത്രം കഷ്ടമായിരുന്നിരിക്കും. രജത് സാർ, നിങ്ങൾ ഇതിൽ നിന്ന് ഒരു കാര്യം കേട്ടതല്ലേ ഇത്? മനസ്സിലായി, താങ്കളുടെ ആൾക്കാർ ഇത് സാക്ഷികളെ പൂർണ്ണമായും മാറ്റാൻ ഒരു പരിശ്രമിക്കുന്നു. വ്യാജ കുറ്റാരോപണമാണെന്നേ ഞാൻ പറയൂ. ഇതെല്ലാം ഒരു കെട്ടുകഥയാണ്. ഇത് ഞാനല്ല അല്ല, പറഞ്ഞത്, മീഡിയ ഒരു സാക്ഷിയാണ് ജനങ്ങളോട് പറയുന്നത്. ഒരു നുണക്കഥയാണ്. നോക്ക് സാർ, താങ്കൾ തന്നെ ഇതിൽ ശരിക്കും എന്റെ യാദവ് സാർ, തെറ്റ് അല്ല. മകനെ അല്ല. നഷ്ടപ്പെട്ട ഒരു അമ്മ ഇതുവരെ അല്ല, ഒരേ ഒരു ഫോട്ടോഗ്രാഫ് ആരോടെങ്കിലും കാണിക്കാൻ പറയൂ, കാണട്ടെ. DP യാദവ് കോടതിയിലേക്ക് പോയിട്ടുണ്ടെന്ന്. ഇതാണ് സത്യം. ഇതാ നോക്ക് യാദവ് സാർ, ഇതുവരെ ഞാൻ കോടതിയിൽ ഇത് പോലും ഇത് പോയിട്ടില്ല. ആ അമ്മയുടെ അല്ലല്ല, ഇത് ഞാൻ ആ അതല്ല അമ്മയുടെ പറഞ്ഞത്. സ്റ്റേറ്റ്മെന്റ് ആണ്. അവർക്ക് നഷ്ടപ്പെട്ടത് തന്റെ നിങ്ങൾ മകനെയാണ്. പറയുന്നതൊക്കെ ഇരിക്കട്ടെ, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണമല്ലോ. താങ്കളുടെ മകൻ 4 വർഷമായിട്ട് ജയിലിലാണെന്ന് താങ്കൾ എത്രത്തോളം അതെ, ഒരുപാട് വേദനിക്കുന്നുണ്ട്. വിഷമമുണ്ട്. അപ്പൊ മകനെ നഷ്ടപ്പെട്ട അവർക്ക് വേദന കാണില്ലേ? തീർച്ചയായും ഉണ്ടാകും. ഞാൻ അതിനെ ഇവിടെ എതിർത്തില്ലല്ലോ. താങ്കൾ അതെ, അതെ, തെറ്റായിട്ടാണ് ശരിയാണ്. എന്ന് സംസാരിക്കുന്നത്. വെച്ച് വ്യാജ കുറ്റാരോപണം ഉണ്ടാക്കാൻ പാടില്ലല്ലോ. നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ വിധി ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന അല്ല, പോലെയാണ്. ജഡ്ജ്മെന്റ് അതായത് ഞാനല്ല സാർ, പറയുന്നത്, ഞാൻ- അവര് പറഞ്ഞതേ ഉള്ളൂ. ഞാനിപ്പോ 4 ദിവസം ആ, മുമ്പ് താങ്കൾ ചോദിക്കൂ. അവസരം തരൂ. യാദവ് സാർ, എന്റെ ചോദ്യം എന്താന്ന് വെച്ചാ, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് അവരെ എന്നെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിട്ട്. പക്ഷെ ഈ കാര്യം നിങ്ങളോട് പറയാൻ എനിക്ക് സത്യം പറഞ്ഞ പേടിയാവുന്നു. നിങ്ങൾ എന്നെങ്ങാനും കിഡ്നാപ്പ് ചെയ്താലോ? എനിക്ക് ശരിക്കും നല്ല പേടിയുണ്ടെന്ന് വേണം ഞാൻ പറയാൻ. എന്നെ പോലുള്ള ഒരു പെണ്ണിനെ എന്നെ നിങ്ങളുടെ മുന്നിൽ ഇത്രയും പേടിയുണ്ടെങ്കിൽ നിങ്ങളെ കാരണം അഫക്ട് ചെയ്ത പെമ്പിള്ളേർ എങ്ങനെയാ നിങ്ങളോട് എതിർക്കുന്നേ? അവരും എന്നെ പോലെ എന്നെ കൊല്ലൂ, എന്നെ എടുത്തോണ്ട് പോവൂ എന്നൊക്കെ പേടിച്ചായിരിക്കില്ലേ ഇരിക്കുന്നേ. അവർക്ക് നിങ്ങളോട് എതിർക്കാൻ കഴിയില്ല, കാരണം അവർക്ക് നിങ്ങളെ ഭയങ്കര നിങ്ങളെ എന്റെ പേടിയാണ്. മകളെ പോലെ സഹോദരി പോലെ ഞാൻ കാണുന്നത്. നിങ്ങളെ രജിസ്റ്റർ വരാൻ പറഞ്ഞാണ്. ഉറപ്പായിട്ടും എന്നെ അല്ല, രജിസ്റ്റർ എനിക്ക് അങ്ങനെയാണ് വിളിച്ചിട്ടില്ല. ഇപ്പോ തോന്നുന്നത്. ഒരു സ്റ്റുഡന്റ്. രജത് സാറാണ് നിങ്ങളെ ഇങ്ങോട്ട് വരുത്തിയത്. യാദവ് സാർ, എന്നാലും ഞാൻ നിങ്ങൾ ചോദിച്ചതിന് മറുപടി ഞാൻ പറയാം. പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ പറയാം. മനസ്സിലാവുന്നുണ്ടോ ഇല്ലെന്നൊന്നും അല്ല, എനിക്കറിയില്ല. അതായത് ഞാൻ പക്ഷേ എനിക്ക് പറഞ്ഞു നിങ്ങളെ യാദവ് സാർ, ഭയങ്കര താങ്കൾ പേടിയാണ്. പബ്ലിക്കിനെ എതിർക്കുകയാണെങ്കിൽ വലിയ ഭവിഷ്യത്ത് നേരിടേണ്ടി വരും. ഞാൻ എവിടെയാണ്? താങ്കൾ ആ ലാസ്റ്റ് റോയിൽ ഇരിക്കുന്ന ഞാൻ മാഡം. എപ്പോഴും നിൽക്കൂ ജനങ്ങളുടെ സാർ, കൂടെ സാർ എന്തിനാ നിന്നിട്ടുള്ളൂ. പേടിക്കുന്നത്? ഞാൻ ഞാനെന്തിനാ അവരെ ചോദിക്കുന്ന ചോദ്യം എതിർക്കുന്നത്? എന്താണെന്ന് വെച്ചാൽ, സത്യം പുറത്തു കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിച്ചത്. താങ്കൾ സത്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയാണ്. രജത് സാർ, ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്കൂ. എന്നെ നിങ്ങൾ വീണ്ടും വിളിക്കുകയാണെങ്കിൽ ഞാൻ വളരെ സന്തോഷിക്കും. വീണ്ടും നിങ്ങൾ എന്നെ വിളിക്കണം. പക്ഷെ എന്റെ വിഷമം എന്താന്ന് വെച്ചാ, മീഡിയ ഞങ്ങളെ എങ്ങോട്ടും ക്ഷണിക്കുന്നില്ല. ഒരു ഭാഗം മാത്രം അവർ പറയുന്നു. പക്ഷേ ഇന്ന് ഞാൻ ആദ്യമായി 4 വർഷത്തിന് ശേഷം 5 വർഷത്തിന് ശേഷം ഇപ്പൊ രജത് സാറിന്റെ മുന്നിൽ നിൽക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട രജത് സാർ ഇതുവരെ ഒരു 10 ഇന്റർവ്യൂ എങ്കിലും നടത്തിയിട്ടുണ്ടാവും. അദ്ദേഹത്തെ ഞാൻ കുറ്റം പറയില്ല, അദ്ദേഹത്തിന് മുന്നിൽ വെച്ചാണല്ലോ പറയുന്നത്. മറ്റൊരുപാട് ചാനലുകളുണ്ട്, അവരിതുവരെ DP യാദവിനെ ഒന്ന് ഫോൺ ചെയ്ത് വിളിച്ചിട്ട് പോലുമില്ല. നോക്കൂ യാദവ് സാർ, താങ്കളെ ഇവിടേക്ക് ക്ഷണിച്ചതിന് താങ്കൾ ഒരു നന്ദി പോലും പറഞ്ഞില്ല. എന്തൊക്കെ എന്നോട് നന്ദി പറയുന്നത്? എനിക്ക് ശരിക്കും, അതായത് രജത് സാർ ശരിക്കും എനിക്ക് നല്ലൊരു അവസരമാണ് ഇവിടെ തന്നത്. അദ്ദേഹത്തിന് ഞാൻ വീണ്ടും വീണ്ടും നന്ദി പറയുകയാണ്. കാരണം എനിക്ക് പറയാനുള്ള അവസരം തന്നു അദ്ദേഹം. മീഡിയയെ എന്തിനാണ് സാർ കുറ്റപ്പെടുത്തുന്നത്? അതായത് സത്യത്തിൽ എനിക്ക് ഈ കാര്യത്തിൽ എല്ലാ കാര്യത്തിനും മീഡിയ പക്ഷേ താങ്കളെ ക്ഷണിച്ചത് വലിയൊരു തെറ്റാണെന്നുള്ള രീതിയിൽ താങ്കൾ താങ്കളുടെ പൂർണ്ണ ശക്തി ഉപയോഗിച്ചതായിട്ടാണ് അല്ലല്ല, തോന്നുന്നത്. നിങ്ങൾ എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചെനിക്ക് നല്ല കാര്യമാണ് ചെയ്തത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ജനങ്ങളുടെ മുന്നിൽ എനിക്ക് പറയാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. നന്ദിയുണ്ട്. താങ്കൾ ഓരോരുത്തരായിട്ട് ചോദിക്കൂ. നിങ്ങൾ ഈ കാര്യം ഡിനേ ചെയ്താലും നിങ്ങൾക്ക് തന്നെ ഒരു കാര്യം അറിയാം. നിങ്ങളുടെ മകൻ നിതീഷ് കട്ടാര കേസിലും പിന്നെ ജെസിക്ക ലാൽ മർഡർ കേസിലും ഇൻവോൾവ് ആയിട്ടുണ്ട്. എന്റെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ മകൻ ഇപ്പോ ഇംഗ്ലണ്ടിലാ ഉള്ളത്. അയാൾ അവിടെ ഇല്ലെന്നാ പറയപ്പെടുന്നത്. നിങ്ങൾ അയാളെ ഇവിടെ കൊണ്ടുവരാനുള്ള എന്തെങ്കിലും സംവിധാനം ചെയ്യുന്നുണ്ടോ? അതായത് യഥാർത്ഥത്തിൽ ഈ കേസിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ഇൻവോൾവ് ആയതിനെ കുറിച്ച് ഞാൻ ഒരുപാട് പറഞ്ഞു. പിന്നൊരു കാര്യം കൂടി ഞാൻ വ്യക്തമായി പറഞ്ഞു. ഇതെല്ലാം കോടതിയിൽ നടക്കുന്ന കാര്യങ്ങളാണെന്ന്. അതായത് സ്വാധീനമുള്ള ചില ആളുകൾ, വലിയ ആളുകൾ, പിന്നെ ചില മീഡിയാക്കൾ കോടതി പറയുന്നതിനപ്പുറം അവർക്ക് പറയാൻ കഴിയും. അവർ പറയുന്നുമുണ്ട്. എന്നെപ്പോലൊരാൾക്ക് കോർട്ടിനെ ധിക്കരിച്ച് എന്തു പറയാൻ കഴിയും? ഞാൻ കോടതിയെയും നിയമത്തെയും ബഹുമാനിക്കുന്നൊരു വ്യക്തിയാണ്. ശിരസാ വഹിക്കുന്നയാളാണ്. കോടതി എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കും. അല്ലല്ല, ഓരോരുത്തരായിട്ട് ചോദിക്കുക, നടുവിൽ ഇങ്ങനെ സംസാരിക്കരുത്. താങ്കൾ സംസാരിക്കൂ. സാർ, കുറച്ചു നേരം മുന്നേ നിങ്ങൾ സത്യത്തിന് വേണ്ടി ജീവൻ തന്നെ കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കുറച്ചു നേരം മുന്നേ കുടുംബത്തിന് വേണ്ടി എന്ത് സാക്രിഫൈസും ചെയ്യാൻ തയ്യാറാണെന്നും പറഞ്ഞു. നിങ്ങൾ സത്യത്തിന് വേണ്ടി ജീവൻ കൊടുക്കുമെന്ന് ഞങ്ങൾ എങ്ങനെയാ സാർ വിശ്വസിക്കേണ്ടത്? അല്ല, കുടുംബം എന്ന് പറയുന്നത് അങ്ങനെയല്ല. അല്ല, കുടുംബത്തിന്റെ കാര്യത്തിൽ നമുക്ക് ഉത്തരവാദിത്വം വേണ്ടെന്നാണോ? നിങ്ങളുടെ കുടുംബം എന്തെങ്കിലും പറഞ്ഞാൽ അത് കള്ളമാണെന്ന് നിങ്ങൾ പറയൂ? നിങ്ങൾ പറഞ്ഞത് മനുഷ്യന് തന്റെ ഫാമിലിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന്, അതുപോലെ സമൂഹത്തിന്റെ അടുത്തും ഉണ്ടെന്ന്. അങ്ങനെയുള്ളപ്പോ ഈ ജനങ്ങൾ എന്ന് പറയുന്നത് സമൂഹമല്ലേ? നിങ്ങളെ തിരഞ്ഞെടുത്ത് പ്രതിനിധിയാക്കിയതൊക്കെ ഇവരല്ലേ? അങ്ങനെയുള്ളപ്പോ കുടുംബത്തിനേക്കാളും പ്രതിബദ്ധത സമൂഹത്തിനോടല്ലേ വേണ്ടത്? അതുമാത്രമല്ല, വേറൊരു കാര്യം കൂടി നിങ്ങൾ പറഞ്ഞു. നീതിന്യായ മണ്ഡലത്തെ ഒരുപാട് ബഹുമാനമാണെന്ന്.
അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മകൾക്ക് വേണ്ടി വാറന്റ് ഇഷ്യൂ ചെയ്തപ്പോ എന്തുകൊണ്ടാ അവര് വരാത്തത്? മൂന്നാമത്തെ വിഷയം എന്താന്ന് വെച്ചാ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മീഡിയയുടെ മേലെയാണ് കുറ്റം ചുമത്തുന്നത്. മീഡിയക്ക് ആരെ വേണമെങ്കിലും ദൈവമാക്കാം. അങ്ങനെയാണെങ്കിൽ മീഡിയ എന്താ നിങ്ങളെ ദൈവമാക്കാത്തത്? അതിന് തക്കോണം എന്ത് ദ്രോഹ മീഡിയയോട് ചെയ്തത്? ഇത്രയും മോശമായിട്ട് തുടർന്ന് നിങ്ങളെ വേട്ടയാടാൻ വേണ്ടിട്ട്. അല്ല, അതിന് ചില പെട്ടെന്നുള്ള കാരണങ്ങളുണ്ട്. ആ കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല, അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച്. എനിക്ക് രജത് സാറിനോട് യാതൊരു വിരോധവുമില്ല. എന്നാൽ മീഡിയയുടെ പുറകിൽ നിന്നുകൊണ്ട്, അതായത് മീഡിയയുടെ സപ്പോർട്ടോടുകൂടി അങ്ങനെ നിൽക്കുന്നവരെല്ലാം എത്ര ശക്തിയുള്ളവരാണെന്ന് നിങ്ങൾക്കാർക്കും അറിയാനുള്ള ചാൻസ് ഇല്ല. യാദവ് സാർ, താങ്കളുടെ അടുത്ത് ഞാൻ ഒരു മിനിറ്റ് യാദവ് സാർ, ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു പക്ഷേ എന്റെ പിന്നിൽ അല്ലെങ്കിൽ താങ്കളുടെ പിന്നിൽ അല്ലെങ്കിൽ ഇന്ത്യ ടിവിക്ക് പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ജനങ്ങൾ മാത്രമാണ്. നിങ്ങൾ വിചാരിക്കുന്നത് തെറ്റ് തന്നെയാണ്.